ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത മറ്റൊരു ടൈമിലേക്ക് നമ്മൾ പോവുകയാണ്. എൻതാൽപ്പി. എച്ച് എന്നാണ് ലെറ്റർ. ഹീറ്റ് കണ്ടൻറ്റ്, അതാണ് എൻതാൽപ്പി എന്ന് പറയുക. എത്രമാത്രം ഹീറ്റ് ഉണ്ട്, ഹീറ്റ് കണ്ടൻ്റ് ആണ് എൻതാൽപ്പി എന്ന് പറയുക. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷനിലേക്ക് പോവുക? ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ? അതാണ് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സോ ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ നമുക്ക് ക്യൂ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും നമ്മൾ. സോ ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. വർക്ക് നമുക്കറിയാം പി ഡെൽറ്റ വി ആണ്. സോ മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയാം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്യൂ പി ഇട്ടേക്കെന്ന് ഓർത്തോളൂ. ക്യൂ പി ഇസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം ആൻഡ് മൈനസ് പി ഡെൽറ്റ വി റെപ്രസെൻറ്റ് എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു നമ്മൾ മോഡിഫൈ ചെയ്താൽ കാണുന്നത് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളത് ക്യൂ എന്നുള്ള എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു? ക്യൂ പി എന്ന് എഴുതി, കാരണം പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുന്നു. ദെൻ മൈനസ് പി ഡെൽറ്റ വി, ഡബ്ല്യു ഇസ് ഇക്വൽ ടു പി ഡെൽറ്റ വി ആണ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സോ വർക്ക് ഡബ്ല്യു ഇസ് ഇക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി എന്ന് പറയും. സോ ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു എന്താണ്? ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി. ദെൻ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പി മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ആ പി ഡെൽറ്റ വിയും ഡെൽറ്റ യുക്കും എക്സ്പാൻഡ് ചെയ്താൽ എന്താ ഡെൽറ്റ യു? യു ടു മൈനസ് യു വൺ ആണ്. ക്യൂ പി ഉണ്ട്, വി ഡെൽറ്റ വി എന്താ? വി ടു മൈനസ് വി വൺ ആണ്. യു ടു മൈനസ് യു വൺ ഈസ് ഈക്വൽ ടു ക്യൂ പി മൈനസ് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. വീണ്ടും ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ക്യൂ പി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? അപ്പോൾ പി യു ടു പ്ലസ് പി വി ടു മൈനസ് യു വൺ പ്ലസ് പി വി വൺ. യു ടു പ്ലസ് പി വി ടു മൈനസ് യു വൺ പ്ലസ് പി വി വൺ. അപ്പോൾ യു ടു പ്ലസ് പി വി ടു, യു വൺ പ്ലസ് പി വി വൺ. എന്താണ് എൻതാൽപ്പി? എൻതാൽപ്പി എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. എച്ച് ഹീറ്റ് കണ്ടൻറ്റ്, എൻതാൽപ്പിയുടെ സിമ്പൽ എച്ച് ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ എനർജിയാണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ നമുക്ക് പറയാം എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ദ പ്രഷർ വോളിയം എനർജി എന്ന് പറയാം. എൻതാൽപ്പി എച്ച് ഈസ് ദ സം ഓഫ് ദ internal energy and the pressure volume energy. So H is equal to U plus PV ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. H ഹീറ്റ് കണ്ടൻറ്റ് അഥവാ എൻതാൽപ്പി, ഇറ്റ് ഈസ് സം ഓഫ് ദ internal energy and the pressure volume energy. H is equal to U plus PV. ഇനി നമ്മൾ നോക്കിയേ, അപ്പോൾ U2 plus PV2 നമുക്ക് എന്തെഴുതാം? H2 എന്ന് എഴുതാം. U1 plus PV1 നമുക്ക് എന്തെഴുതാം? H1 എന്ന് എഴുതാം. സോ നമുക്ക് പറയാം ക്യൂ പി നമ്മൾ ചെയ്തത്. ക്യൂ പി ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഡെൽറ്റ എച്ച് എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ പി ആണ്. ഇമ്പോർട്ടൻ്റ് ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറഞ്ഞിരുന്നു. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞു. ഇതെന്താണ്? എൻതാൽപ്പി ചേഞ്ച്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻതാൽപ്പി ചേഞ്ച് എന്താണ്? ക്യൂ പി ആണ്. ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി. എന്താണ് എൻതാൽപ്പി? സം ഓഫ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് ദ പ്രഷർ വോളിയം എനർജി. ക്യൂ ഇറ്റ്സ് എ പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ പാത്ത്, എൻ്റയർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുക. അല്ല, ഇനിഷ്യൽ സ്റ്റേജിനെയും ഫൈനൽ സ്റ്റേജിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് എന്ത് പറയുക? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. സോ എച്ച് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് യുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദർഫോർ ഡെൽറ്റ എച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അപ്പോൾ എങ്ങനെ നടക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഡെൽറ്റ എച്ച് നിൽക്കുന്നത്. ഡെൽറ്റ എച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. സോ ഡെൽറ്റ എച്ച് എന്ത് ഫംഗ്ഷനാണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. സോ ക്യൂ പി ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അപ്പോൾ ക്യൂ പി നമ്മൾ പറഞ്ഞ എന്താ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പറയുക ക്യൂ പി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ദ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അത് എന്ത് ഡിപ്പെൻഡൻ്റ് അല്ല? പാത്ത് ഡിപ്പെൻഡൻ്റ് അല്ല. ക്യൂ പാത്ത് ഫംഗ്ഷൻ ആണ്, പക്ഷേ എന്തല്ല? ഡെൽറ്റ എച്ച് പാത്ത് ഫംഗ്ഷൻ അല്ല, ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഫോർ ഫൈനൈറ്റ് ചേഞ്ചസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എച്ച് എന്താണ്? എൻതാൽപ്പി. യു എന്താണ്? ഇൻറ്റേർണൽ എനർജി. പി വി എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം എനർജി. അത് നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ചസിൻ്റെ കേസ് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു, ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, പ്ലസ് ഡെൽറ്റ പി വി.
ഇനി പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിലോ, പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിലോ, ഡെൽറ്റ പി ചേഞ്ച് ഇല്ല, പി കോൺസ്റ്റൻ്റാണ്. ഇപ്പം പിക്ക് ഡെൽറ്റ കൊടുക്കണ്ട, എവിടെ മാത്രം ഡെൽറ്റ അപ്ലൈ ചെയ്താൽ മതി. എച്ചിന് ഡെൽറ്റ അപ്ലൈ ചെയ്യുന്നു, യുവിന് ഡെൽറ്റ അപ്ലൈ ചെയ്യുന്നു, വിക്കും ഡെൽറ്റ അപ്ലൈ ചെയ്യുന്നു. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ആ കൂടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഡെൽറ്റ എച്ച് എന്താന്ന് പറഞ്ഞായിരുന്നു? ക്യൂ പി എന്ന് പറഞ്ഞായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി എന്നുള്ളത്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ പി ആണ്. സോ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന് വിളിക്കുന്ന പേരാണ് എന്ത്? എൻതാൽപ്പി ചേഞ്ച്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. അതെന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ് ഡെൽറ്റ എച്ച് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഹീറ്റ് ചേഞ്ചിനെ പറ്റിയാണ് പറഞ്ഞത്. അത് ചില റിയാക്ഷൻസ് എക്സോതെർമിക് ആവാം, ചില റിയാക്ഷൻസ് എൻഡോതെർമിക് ആവാം. ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടാം, ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടാം. അപ്പോൾ ഡെൽറ്റ എച്ച് നമ്മൾ പറയുകയാണ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ, എക്സോതെർമിക് റിയാക്ഷൻസ് ആണ് നമ്മൾ പറയുകയാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ഫോർ exothermic reactions which evolve heat during the reaction, and delta H is positive. എപ്പോഴാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകുന്നത്? ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസ്. എൻഡോതെർമിക് റിയാക്ഷൻസിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്. വിച്ച് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസിൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ നെഗറ്റീവാണ്. എൻഡോതെർമിക് റിയാക്ഷൻസിൻ്റെ കേസിൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സോ ഹീറ്റ് ചേഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുക ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ബിക്കം സിഗ്നിഫിക്കൻ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. ഇപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ആ ഡിഫറൻസ് എങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്? ഗ്യാസുകളാണ് എങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. വി എ ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗേഷ്യസ് റിയാക്റ്റൻസ്. വിചാരിക്കുക അവിടെ കുറച്ച് റിയാക്റ്റൻസ് ഉണ്ട്. ടോട്ടൽ വോളിയം ഓഫ് ദ റിയാക്റ്റൻസ് വി എ ആണ്. സോ ഹീറ്റ് ചേഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുക ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ബിക്കം സിഗ്നിഫിക്കൻ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. ഇപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ആ ഡിഫറൻസ് എങ്ങനെയുള്ള സിസ്റ്റത്തിലാണ് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്? ഗ്യാസുകളാണ് എങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. വി എ ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗേഷ്യസ് റിയാക്റ്റൻസ്. വിചാരിക്കുക അവിടെ കുറച്ച് റിയാക്റ്റൻസ് ഉണ്ട്. ടോട്ടൽ വോളിയം ഓഫ് ദ റിയാക്റ്റൻസ് വി എ ആണ്. വി ബി ആണ് പ്രോഡക്റ്റിൻ്റെ വോളിയം. വി എ എന്നുള്ളത് റിയാക്റ്റൻസിൻ്റെ വോളിയമാണ്. വി ബി എന്നുള്ളത് പ്രോഡക്ട്സിൻ്റെ വോളിയമാണ്, ഗ്യാസസ് ആണ്. എൻ എ എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ്. എൻ ബി എന്നുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് ആണ്. എൻ എ എന്നുള്ളത് ആരുടെ റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ്, ഗ്യാസുകളായിരിക്കണം. എൻ ബി എന്നുള്ളത് പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ്, ഗ്യാസസ് ആണെങ്കിൽ. നമുക്ക് ഇക്വേഷനിലേക്ക് പോയാൽ നമുക്കറിയാം പി വി സിക്വൽ ടു എൻ ആർ ടി ആണ്. അപ്പോൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ പി വി എയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി വി എ ഇസ് ഇക്വൽ ടു എൻ എ ഇൻറ്റു ആർ ടി, പി വി ബി ഇസ് ഇക്വൽ ടു എൻ ബി ഇൻറ്റു ആർ ടി. സോ പി വി ബി മൈനസ് പി വി എ എടുത്താൽ എൻ ബി ആർ ടി മൈനസ് എൻ എ ആർ ടി. സോ എൻ ബി മൈനസ് എൻ എ ഇൻറ്റു ആർ ടി. പി ഇൻറ്റു വി ബി മൈനസ് വി എ, പി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തേക്കാണ് വി ബി മൈനസ് വി എ, എൻ ബി മൈനസ് എൻ എ ഇൻറ്റു ആർ ടി. വി ബി മൈനസ് വി എക്ക് വരെ നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം. സോ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എൻ ബി മൈനസ് എൻ എക്ക് വരെ നമുക്ക് ഡെൽറ്റ എൻ എന്ന് എഴുതാം. അപ്പോൾ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ ഒന്നുകൂടി നോക്കുക, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷനകത്തുനിന്നാണ് പി വി എ ഇസ് ഈക്വൽ ടു എൻ എ ഇൻറ്റു ആർ ടി, പി വി ബി ഇസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ആർ ടി. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ പി വി ബി മൈനസ് പി വി എ, എൻ ബി ആർ ടി മൈനസ് എൻ എ ആർ ടി. ദെൻ എൻ ബി ആർ ടി എൻ എ ആർ ടിക്കകത്ത് ആർ ടി കോമൺ ആയിട്ട് എടുക്കുന്നു. എൻ ബി മൈനസ് എൻ എ ഇൻറ്റു ആർ ടി, പി ഇൻറ്റു വി ബി മൈനസ് വി എ, അപ്പോൾ പി കോമൺ ആയിട്ട് എടുക്കുന്നു. എൻ ബി മൈനസ് എൻ എ ഇൻറ്റു ആർ ടി. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നല്ലോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. അപ്പോൾ പി ഡെൽറ്റ വിക്ക് പകരം നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ എൻ ആർ ടി എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തിനെ സംബന്ധിച്ച് പറയുന്നത്? നമ്മൾ ഗ്യാസിനെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വിളിക്കാം, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൽറ്റ എൻ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. എന്താ ഡെൽറ്റ എൻ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഗ്യാസ് ആയ പ്രോഡക്റ്റുകളുടെ എണ്ണം എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ഗ്യാസ് ആയ റിയാക്റ്റൻസ് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, രണ്ടും കൂടി മൈനസ് ചെയ്യുക, ഡെൽറ്റ എൻ ആണ്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ റിയാക്ഷൻ ഓഫ് സൈനാമൈഡ് വിത്ത് ഡൈ ഓക്സിജൻ വാസ് carried out in a bomb calorimeter and U was found to be minus 742.7 kilojoule per mole at 298 Kelvin. Calculate the enthalpy change for the reaction at 298 Kelvin. സോ റിയാക്ഷൻ ഇതാണ്, NH2CN ആണ് സൈനാമൈഡ്. അത് റിയാക്ട് ചെയ്യുന്ന ഓക്സിജനുമായിട്ട്, പ്രോഡക്ട്സ് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അപ്പോൾ ഇവിടെ എന്തുള്ള എത്രമാത്രം എൻതാൽപ്പി ചേഞ്ച് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഡെൽറ്റ യു ഒരു ബോംബ് കലോറിമീറ്റർ എന്ന് പറയുക ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ്. ആ എനർജി ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് എന്ന് പറയുക കലോറിമെട്രി എന്ന് പറയാം. അപ്പോൾ കലോറിമെട്രിക്കകത്ത് ഒരു സ്റ്റീൽ വെസലാണ്. ആ സ്റ്റീൽ വെസൽ നമ്മൾ ഒരു വാട്ടർ ബാത്തിൽ കീപ്പ് ചെയ്തേക്കുവാണ്. ആ സ്റ്റീൽ വെസലിനെ ശരിക്കും നമ്മൾ ബോംബ് എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ഹീറ്റ് ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും, എത്രമാത്രം നടന്നു മനസ്സിലാക്കാൻ പറ്റും. അതാണ് ബോംബ് കലോറിമീറ്റർ എന്ന് പറയാം. സോ ബോംബ് കലോറിമീറ്ററിലുണ്ടായ ഹീറ്റ് ചേഞ്ച് അവർ പറയുന്നത് മൈനസ് 742.7 കിലോജൂൾ പെർ മോളാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്ത് റിയാക്ഷനാണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. ദെൻ അറ്റ് 298 കെൽവിൻ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പോൾ യു ഡെൽറ്റ യു എന്താണ്, മൈനസ് 742.7 കിലോജൂൾ പെർ മോളാണ്. നമ്മളതിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, മൈനസ് 742.7 ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ. ദെൻ ഡെൽറ്റ എൻ എന്താ, ഡെൽറ്റ എൻ നമ്മൾ പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഗ്യാസ് ആയിട്ടുള്ള എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ടോ അതിന് നമ്പർ ഓഫ് മോൾസിൽ നിന്നും റിയാക്റ്റൻ്റ് ഗ്യാസ് ആയിട്ടുള്ള റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, നൈട്രജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പോൾ രണ്ട് മോൾസും ടോട്ടലി പറയുകയാണെങ്കിൽ 2 മൈനസ്. ദെൻ റിയാക്റ്റൻസിൽ എടുത്താലോ, റിയാക്റ്റൻസിൽ ഓക്സിജൻ ഗ്യാസ് ആണ്, നമ്പർ ഓഫ് മോൾസ് 3/2 ആണ്. ദെൻ NH2CN ഗ്യാസ് ആണ്, 1 ആണ്. അപ്പോൾ 3/2 + 1 വരും. സോ 5/2 വരും. അപ്പോൾ 2 - 5/2 ആയി. ആൻസർ -1/2. അപ്പോൾ ഡെൽറ്റ എൻ കണ്ടുപിടിച്ചാണ് പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്, ഗ്യാസുകളെ മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത്, അതുകൊണ്ടാണ് ഗ്യാസിനെ മാത്രം കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. അതിൻ്റെ വാല്യൂ എത്രയാണ്, -1/2. ടെമ്പറേച്ചർ എത്രയാണ് തന്നേക്കുന്നത്, 298 കെൽവിനാന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആറിൻ്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ എനർജി ടേമുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് നമ്മൾ ഏത് വാല്യൂ എടുക്കും, 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇതാണ് ആറിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഡെൽറ്റ എച്ച് ആണ്. അപ്പോൾ ഡെൽറ്റ യു എത്രയാണ്, മൈനസ് 742.7 ഇൻറ്റു 10⁻³ പ്ലസ് ഡെൽറ്റ എൻ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്രയായിരുന്നു, -1/2 ഇൻറ്റു 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇൻറ്റു ടെമ്പറേച്ചർ 298 കെൽവിൻ. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് -743.938 ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓരോ ടേമും അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കണം.